ഹായ് ഓൾ, വെൽക്കം ടു എക്സാം ബൈ USS ചാനൽ. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? USSന് പൊതുവായി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്ഥിരമായി ചോദിക്കുന്ന ഏരിയാസൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ അത്തരം ഏരിയാസിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ചെയ്യുന്നത്. ഇത്തരം ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ മാത്രമല്ല, അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ആ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുള്ള മറ്റ് വീഡിയോസ് നിർബന്ധമായും കാണുക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ജോയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ ബാക്കിയുള്ള ലൈവ് ക്ലാസ്സുകളും മെൻറ്റി ക്വിസുകളൊക്കെ നിങ്ങൾക്ക് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ഒരു ചോദ്യം, നെയിം സം പ്ലാന്റ്സ് in which vegetative reproduction take place from roots. റൂട്ട്സിൽ നിന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്ന, അതായത് നമുക്കറിയാം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫ്ലവർ അല്ലാത്ത മറ്റ് പാർട്സിൽ നിന്ന് റീപ്രൊഡക്ഷൻ നടക്കുന്ന പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയും. ചില പ്ലാന്റ്സിൽ നിന്ന് റൂട്ടിൽ നിന്ന് തന്നെ പുതിയ പ്ലാന്റ് ഉണ്ടാവും അല്ലേ? സ്റ്റെമ്മിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുക നമ്മൾ കണ്ടിട്ടില്ലേ? ലീഫിൽ നിന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ റൂട്ടിൽ നിന്നുണ്ടാകുന്നതിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, സ്വീറ്റ് പൊട്ടാറ്റോ അതുപോലെ തന്നെ ഡാലിയ ഒക്കെ അതിനുള്ള എക്സാമ്പിൾസാണ്. സ്വീറ്റ് പൊട്ടാറ്റോൻ്റെയും ഡാലിയയുടെ ഒക്കെ റൂട്ടിൽ നിന്ന് തന്നെ എന്തുണ്ടാകും, ഈ രൂപത്തിൽ പിന്നെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാകും. അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കും. അപ്പോൾ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ് ഫ്രം റൂട്ട്സ്, സ്റ്റെംസ്, ലീവ്സ് ആൻഡ് ബഡ്സ്. അതായത് റൂട്ട്സിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും അതുപോലെ തന്നെ ലീവ്സിൽ നിന്നും ബഡ്സിൽ നിന്നൊക്കെ പുതിയ പ്ലാന്റുകൾ ഒറിജിനേറ്റ് ചെയ്യുന്ന അതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഫ്ലവർ ആണ് റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ? നമ്മുടെ പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഫ്ലവറാണ്. അതല്ലാത്ത ഫ്ലവർ അല്ലാത്ത റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ബഡ്സ് ഇതിൽ നിന്നൊക്കെ പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മറ്റേതേതാണ്, ഫ്ലവറിൽ നിന്ന് സീഡ്സ് ഒക്കെ ഉണ്ടായി അങ്ങനെ ഉണ്ടാകുന്ന റീപ്രൊഡക്ഷൻ എന്ത് പറയും, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും അല്ലേ? ഇത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, സിൻസ് റീപ്രൊഡക്ഷൻ ഈസ് ത്രൂ ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ഇറ്റ് ഈസ് നോൺ ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഐസ് ഓഫ് ദ പൊട്ടാറ്റോ അല്ലേ? പൊട്ടാറ്റോയുടെ ഐസിൽ നിന്ന് എന്തുണ്ടാവും, ഇങ്ങനെ നമ്മളൊരു പൊട്ടാറ്റോ കുറച്ചിങ്ങനെ വെച്ചാൽ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇലകൾ പോലെ വരുന്നതൊക്കെ കാണാൻ പറ്റും അല്ലേ? ഐസ് ഓഫ് ദ പൊട്ടാറ്റോയിൽ നിന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്ന കാണാൻ പറ്റും. ജിഞ്ചർ, ടേമറിക്ക്, അതുപോലെ തന്നെ ലീവ്സ് വഴി അല്ലേ? ഒരു ലീഫ് അത് മോയിസ്റ്റായി അല്ലെങ്കിൽ നിലത്തൊക്കെ കിടന്നാൽ അതിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്ന തരത്തിലുള്ള വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അത് കാണുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് നമ്മുടെ ബ്രയോഫിലം എന്ന് പറയുന്നത്. സ്ഥിരമായി ചോദിക്കുന്നതാണ്. ബ്രയോഫിലത്തിലാണ് ലീവ്സിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയി വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോകളിലായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ചാനൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.